ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളറിയാം നമ്മുടെ CSEBയുടെ എക്സാം ഇതാ ഇങ്ങ് വന്നെത്തി. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചധികം വീഡിയോസിലേക്ക് നമ്മൾ എടുത്തു. അതേപോലെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്തു അല്ലേ. നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും സെറ്റായി റെഡിയായി നിൽക്കുകയാണ്. ഇനി നമ്മൾ വേണ്ടത് എന്താണ്? പഠിക്കുകയാണ് വേണ്ടത് അല്ലേ. ഇനി നമ്മൾ പഠിക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓരോരോ ടോപ്പിക്കും കറക്റ്റായിട്ട് നല്ലൊരു പഠന വേഗതയിൽ അതേപോലെ തന്നെ കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം. ഓരോ ഏരിയയും നമ്മൾ അതാത് മാർക്കിനനുസരിച്ച് ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ഏരിയ അനുസരിച്ച് കോഡുകളൊക്കെ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനറിയാം. കാരണം നിങ്ങൾ വേരിയസ് ആയിട്ടുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പ്രത്യേകം പറയുന്നില്ല. ഇനി നമ്മൾ പഠിക്കാനുള്ള സമയമാണ്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി അല്ലേ. അതായത് നമ്മുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി പഠനത്തിന് വേണ്ടി മാത്രം നമ്മളിന് എന്ത് ചെയ്യണം? കുറച്ചധികം നിമിഷം കണ്ടുപിടിക്കണം. അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പഠിക്കാം. അതായത് നമ്മളൊക്കെ കേൾക്കുകയാണ് എന്ത്? അതായത് ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു 3 കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിയേ, നിങ്ങളൊക്കെ കേട്ടതാണ് നമ്മളെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിനെ പറ്റി അല്ലെ. ഇന്റർനെറ്റ് ബാങ്കിങ്. അപ്പോൾ ഈ ഇന്റർനെറ്റ് ബാങ്കിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത്? 3 കാര്യങ്ങളെ പറ്റി നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്നാമത്തെ കാര്യമാണ് IMPS, രണ്ടാമതാണ് നെഫ്റ്റ്, മൂന്നാമതാണ് RTGS. ഇതിന്റെ 3ന്റെ പ്രത്യേകത എന്താ? കാരണം ഇത് 3ഉം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് മാറിപ്പോവാവുന്ന കാര്യമാണ് അല്ലെ. പെട്ടെന്ന് മാറിപ്പോവാവുന്ന കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരൊറ്റ സമയം കൊണ്ട് അല്ലെ, ഒരൊറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് ഇത് 3ഉം എങ്ങനെയാണ് പഠിക്കുക? താരതമ്യം ചെയ്ത് പഠിക്കുക. അങ്ങനെ താരതമ്യം ചെയ്ത് എങ്ങനെയാണ് പഠിക്കുക നോക്കാം നമുക്ക്. നോക്കിയേ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം IMPS, നെഫ്റ്റ്, RTGS ആണ്. ആദ്യം നമ്മൾ ഓരോന്നിന്റെ ഫുൾ ഫോം പഠിക്കുക. IMPS എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്. നെഫ്റ്റിന്റെ ഫുൾ ഫോം പഠിക്കാം, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. RTGSന്റെ ഫുൾ ഫോം പഠിക്കാം, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ക്ലിയർ ആയി. ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഇതിന് 3 നമ്മൾ എന്ത് ചെയ്യണം? തറവായിട്ട് പഠിക്കണം. രണ്ടാമത്തത്, ആരാണ് മാനേജ് ചെയ്യുന്നത്? IMPS മാനേജ് ചെയ്യുന്ന ആരാണ്? NPCI ആണ്. അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. NPCI ആണ് IMPS എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമുക്ക് വേണേൽ ഒന്ന് കാണാൻ വേണ്ടി എഴുതി വെക്കാം. IMPS, അതേപോലെ തന്നെ നെഫ്റ്റ്, അതേപോലെ RTGS. നെഫ്റ്റ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. RTGS തന്നെയാണ്, RBI തന്നെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നോക്കാം അടുത്തത്, സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ. അതായത് ഫണ്ട് ട്രാൻസ്ഫർ ആണ് പ്രധാനമായിട്ടും അല്ലെ. പ്രധാനമായിട്ടും എന്താണ്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ്, എവിടെ നിന്നും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ സ്പീഡ്? IMPS ആകുമ്പോൾ എപ്പോൾ നിങ്ങൾ അയച്ചോ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മുടെ റിയൽ ടൈം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ബാച്ച് സെറ്റിൽമെന്റ് ആണ് അല്ലെ. ബാച്ച് ബൈ ബാച്ച് ആയിട്ട്, ടൈം ആയിട്ട്. അതായത് അതുകൊണ്ടാണ് നെഫ്റ്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവിടെ 2 മുതൽ 4 ഹവർ സമയം വരെ അതിനു വേണ്ടി പറയുന്നത് അല്ലെ. ട്രാൻസാക്ഷൻ നടത്തി അത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാനുള്ള സമയം 2 മുതൽ 4 മണിക്കൂർ വരെ നമ്മൾ പറയാറുണ്ട്. ബാച്ച് സെറ്റിൽമെന്റ് ആയതുകൊണ്ടതാണ്. RTGS എങ്ങനെയാണ്? RTGS റിയൽ ടൈം ആണ്. എപ്പോഴയച്ചോ അന്നേരം തന്നെ നമുക്ക് എന്താവും? ക്രെഡിറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇനി മാക്സിമം ട്രാൻസ്ഫർ ലിമിറ്റ് ആണ്. മാക്സിമം ട്രാൻസ്ഫർ ലിമിറ്റ് IMPS എത്രയാണ്? 5 ലക്ഷമാണ് മാക്സിമം ട്രാൻസ്ഫർ ലിമിറ്റ് അല്ലെ. കാരണം ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് തന്നെ 5 ലക്ഷമാണ്. 5 ലക്ഷം രൂപ വരെയാണ് ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 5 ലക്ഷമാണ് അവിടെ പറയുന്നത്. നെഫ്റ്റിൽ അങ്ങനെ ഒരു ലിമിറ്റ് അവിടെ കൊടുത്തിട്ടില്ല. RTGSലും അങ്ങനെ ഒരു ലിമിറ്റ് എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി മാക്സിമം നമ്മൾ പറഞ്ഞു. അടുത്തതാണ് മിനിമം. മിനിമം എത്രയാണ്? മിനിമം ട്രാൻസ്ഫർ ലിമിറ്റ് ഇവിടെ നോ ലിമിറ്റ് ആണ്. ഇവിടെ എത്രയാണ്? 2 lakh ആണ്. RTGSലെ മിനിമം എത്രയാണ്? 2 lakh എങ്കിലും വേണം അല്ലെ. മറ്റ് എന്തില്ല? ലിമിറ്റുകളില്ല അല്ലെ. 1000 10,000 എന്ന രീതിയിൽ നിങ്ങൾക്ക് അയക്കാം, ലിമിറ്റുകളില്ല. പക്ഷെ RTGSല് 2 lakh ആണ് അവിടെ എന്ത്? മിനിമം വരുന്നത്. ഇനി അവൈലബിലിറ്റി. എങ്ങനെ അവൈലബിലിറ്റി വരുന്നത്? അവൈലബിലിറ്റി IMPS 24 മണിക്കൂറും 7 ദിവസവും 365 ദിവസവും
അവൈലബിലിറ്റി എങ്ങനെയാണ്? IMPS 24 മണിക്കൂറും 7 ദിവസവും, അതായത് ഒരു വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നെഫ്റ്റും 24x7, RTGS 24x7. അപ്പൊ ഇതിൽ നിന്നും കോമൺ ആയിട്ട് എന്താണ്? നമുക്ക് 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നമുക്ക് ഉപയോഗിക്കാം. അതായത് വർഷത്തില് 365 ദിവസം നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തില് ഓൺലൈൻ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ലാസ്റ്റ് ആണ് ചാർജ്. നമുക്കറിയാം നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ചാർജ് ഉണ്ടാവും അല്ലെ? അതായത് ATM കാർഡിന്റെ ഒരു ചാർജ്, നമ്മൾ സാധാരണ സർവീസ് ചാർജ് എന്ന രീതിയിൽ ചാർജുകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിന്റെ ചാർജുകൾ എങ്ങനെ നോക്കാം. നോക്കിയേ, IMPS ചാർജസ് ലെവീഡ് ബൈ ദ ബാങ്ക്, അതാരാണ്? ബാങ്ക് ആണ്. ദെൻ നെഫ്റ്റിനോ നോ ചാർജസ് ഫോർ ഓൺലൈൻ ട്രാൻസ്ഫർ, ചാർജർ അപ്ലൈ അറ്റ് ബ്രാഞ്ച് അല്ലെ? എന്താണ് ചാർജ് എവിടെയാണ് ചെയ്യുന്നത്? ചാർജസ് അപ്ലൈ അറ്റ് ബ്രാഞ്ചിലാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. അല്ലാതെ എന്തായാലും ഓൺലൈൻ ട്രാൻസാക്ഷൻ അവിടെ ലിമിറ്റ് ഇല്ല. ഇതിനും അതെന്താണ്? നോ ചാർജസ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻ, അവിടെ എന്താണ്? ഓൺലൈൻ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇല്ല. അപ്പൊ ഒരൊറ്റ സ്ലൈഡ് കൊണ്ട് നമ്മൾ ഈ 3 കാര്യം പഠിച്ചു. നമുക്ക് ഇപ്പോഴും സംശയമാണ് ഇത് 3ഉം എന്തിനാണ്? ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്ന പേര് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇത്തരത്തിൽ 3 എന്ന സംശയമുണ്ട് അല്ലെ? ആ സംശയം നമുക്ക് ഇന്നോടെ തീർക്കണം. എന്താണ്? ഒരൊറ്റ കാര്യം, അതായത് IMPS എന്താണ്, നെഫ്റ്റ് എന്താണ്, RTGS ഒരേപോലെയാണ് നമുക്ക് മനസ്സിലാവുക അല്ലെ? ഒരേപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെന്ത് ചെയ്യരുത്? ഇനി നമ്മളെ കയ്യിൽ നിന്ന് പോകരുത്, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് അതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തില് അതായത് ഒരേപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു തിയറി പോലെ പഠിക്കാതെ ഒരു ടേബിൾ ആക്കിക്കൊണ്ട് അതിന് പ്രധാനമായിട്ടുള്ള എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തരം തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെ തരം തിരിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പഠിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് എടുക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നോക്കാം നമുക്ക് അടുത്തൊരു കാര്യം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ CSEB-യുടെ എക്സാം വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. ഓണമൊക്കെ കഴിഞ്ഞു, അവധികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പഠനത്തിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. നമുക്ക് ഇനി ഒരു അവധി വരുന്നുണ്ട് അല്ലെ? പൂജാ ഹോളിഡേ ബന്ധപ്പെട്ടുള്ള അവധി വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ദിവസങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ ആ ഒരു ദിവസങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് മറികടക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങാം, കറക്റ്റ് സ്ട്രാറ്റജിയിലൂടെ, കറക്റ്റ് ആയിട്ടുള്ള വേയിലൂടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ നമ്മള് പുതിയ 3 മന്ത് ബാച്ച്, അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 മന്തിലേക്കുള്ള ബാച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം നമുക്ക് എക്സാം ഡേറ്റുകൾ അല്ലെ? നവംബറിൽ തന്നെ 2 ഡേറ്റുകൾ, ഒക്ടോബർ 12, നവംബർ 2, നവംബർ 23 എന്നീ തീയതികളിലാണ് നമുക്ക് ഡേറ്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വരുന്ന എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായി നമുക്ക് പഠിച്ച് കൃത്യമായ റിവിഷൻ നടത്തി എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് PDF നോട്ടോട് കൂടി കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വേയിലൂടെ നമുക്ക് നല്ലൊരു ജോലി നമുക്ക് കണ്ടെത്താം. ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നമ്മളെ പുതിയൊരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ കാണിക്കുന്ന നമ്പർ ഉണ്ട്, 89 21 44 05 80 എന്നീ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൂടാതെ ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടന്റ് വീഡിയോസും അതുകൂടാതെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പുതിയൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.